പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വായിക്കാനായി മറന്നുപോയ ഒരു അനേകം രഹസ്യങ്ങളടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് നമ്മുടെ ജീവിതം. നമ്മൾ പലരും നമ്മളെ അനേകം ബുക്കുകൾ നമ്മൾ ജീവിതത്തിൽ വായിച്ച് തള്ളാറുണ്ട്. വായിച്ച് നമ്മൾ വീണ്ടും വായിക്കാറുണ്ട്. ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം എന്താണെന്നുള്ളോ അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കണമെന്നൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അനേകം ബുക്കുകൾ വായിച്ച് നമ്മുടെ ജീവിതം, ചില ആൾക്കാർ ജീവിതം ഫുള്ള് വായനയിലായിരിക്കും. അതൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ ഏറ്റവും അധികം രഹസ്യങ്ങളടങ്ങിയ നമ്മുടെ ജീവിതമെന്ന അവനവൻ്റെ ജീവിതത്തിൻ്റെ ആ പുസ്തകം നമ്മൾ വായിക്കാൻ മറന്നു പോകാറുണ്ട്. അപ്പം നമ്മൾ ഇന്നു മുതൽ നമ്മളെ പുസ്തകം വായിക്കാൻ ആരംഭിക്കുക. ഒരു 1 month നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളടങ്ങിയ നമ്മുടെ ആ വലിയ പുസ്തകം നമ്മൾ വായിക്കാനായി സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 1 hour നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുള്ള നമ്മുടെ കാലഘട്ടം തൊട്ട് നമ്മളെ ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മൾ സ്റ്റഡി നടത്തുക, വായിച്ച് പഠിക്കുക. എന്തുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ ഫലം എന്തായിരുന്നു, എന്തു ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാക്കിയെടുക്കാമായിരുന്നു, ചെയ്തുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്, എനിക്കെന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ കിട്ടിയിരിക്കുന്നത്, എനിക്കെന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ കിട്ടാതിരിക്കുന്നത്, എനിക്കെന്തുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടു പോയത്, എനിക്കെന്തുകൊണ്ടാണ് നല്ല ജോലി കിട്ടിയത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അനേകം കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ, ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച അനേകം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് വിജയിച്ചു, എങ്ങനെയാണ് വിജയിപ്പിച്ചത്, അതിനെപ്പറ്റി നമ്മൾ സ്റ്റഡി നടത്തുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ബുക്കുകൾ വായിച്ച് പോകുമ്പോൾ നമ്മുടെ പരാജയത്തിൻ്റെ കാരണവും നമ്മുടെ വിജയത്തിൻ്റെ കാരണവും നമ്മുടെ ചിന്തകളായിരുന്നു. ആ ചിന്തകൾ ആണ് നമ്മുടെ ആക്ഷനായി മാറിയതെന്നും പ്രവൃത്തിയായിട്ട് മാറിയതെന്നും ആ പ്രവൃത്തിയും ചിന്തയും കൂടെയാണ് നമ്മുടെ ജീവിതം നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആകാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ദൈവം തന്നിരിക്കുന്ന അത്ഭുത നിധിയായ നമ്മുടെ ജീവിതം എന്ന പുസ്തകം വായിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ആക്ഷൻ കറക്റ്റാക്കി എടുക്കുക. നാളെ എന്ന് പറയുന്നത് ഇമാജിനേഷനും ഇന്നലെ എന്ന് പറയുന്നത് വെറും ഓർമ്മകളും മാത്രമാണ്. അത് മെമ്മറി മാത്രമാണ്. ഇപ്പോൾ പ്രസൻറ്റിൽ ആണ് നിങ്ങൾ. പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നാളെ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുസ്തകം വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു ജീവിതം വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു.